ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നീ ഇല്ലാതെ എനിക്കാവില്ല നാഥ എന്ന് തിരുമുമ്പാകെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. Psalm 127 verses 1 and 2. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പരിച്ഛേദമാണ് ഈ വാക്യം. ഏറെ അധ്വാനിക്കുന്നവരാണ് നമ്മളൊക്കെ, ഏറെ പണിപ്പെടുന്നുണ്ട്. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന നമുക്കുള്ള സന്ദേശമാണ് ഈ വാക്യം. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ വരുന്ന മാറ്റം അതാണ്. അധ്വാനിക്കരുത് എന്നല്ല, ജോലി ചെയ്യരുത് എന്നല്ല. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നാം അധ്വാനിച്ച് ജീവിക്കണമെന്ന്. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം കഴിക്കണമെന്നുള്ളത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. പക്ഷേ കർത്താവിനോടുള്ള ബന്ധത്തിലായിരിക്കണം അത് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എഫേർട്സിൻ്റെ മേൽ ദൈവാനുഗ്രഹം ഏറെ ചൊരിയപ്പെടും. കർത്താവിനോട് ബന്ധമില്ലാതെ നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങളൊക്കെ ഒടുക്കം പാഴ്വേല പോലെ നമുക്ക് അനുഭവപ്പെടുന്നതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. കർത്താവാണ് അനുഗ്രഹത്തിൻ്റെ ദാതാവ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ കർത്താവേ, ഇന്നത്തെ എൻ്റെ എല്ലാ വ്യാപാരങ്ങളുടെ മേലും നിൻ്റെ കരുണയുണ്ടാകണം. നീ ഇല്ലാതെ എന്നെ കൊണ്ടാവില്ല ഈശോയെ എന്ന് എളിമയോടെ ഏറ്റുപറയാൻ നമുക്ക് കഴിയട്ടെ. നമുക്കറിയാം, നമ്മുടെ പരിചയത്തിലൊക്കെ ഒത്തിരി നല്ല മനുഷ്യരുണ്ട്, നന്നായിട്ട് അധ്വാനിക്കുന്നവർ, കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ. പക്ഷേ ഒരു സമാധാനം, സ്വസ്ഥത അനുഭവിക്കാൻ പറ്റുന്നില്ല. ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഫലം ജീവിതത്തിൽ കാണാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പ്രാർത്ഥന അയച്ചു കൊടുത്ത് അവരെയും കൂടെ ഈ പ്രാർത്ഥനയിൽ ചേർക്കാൻ നമുക്ക് കർത്താവിനെ ഏറ്റുപറയാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഞാൻ ഉറങ്ങുമ്പോഴും എനിക്ക് കാവൽ നിൽക്കുന്ന കാരുണ്യമേ, എൻ്റെ അധ്വാനങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയുന്നവനെ, നിന്നെ കൂടാതെ ഞാൻ നടത്തിയ അധ്വാനങ്ങൾ, പരിശ്രമങ്ങളൊക്കെ വെറുതെയായി പോയെന്ന് തിരിച്ചറിഞ്ഞ് ഇതാ എളിമയോടെ ഞാൻ തിരുമുമ്പാകെ വന്നു നിൽക്കുന്നു. ഈശോ, കരുണയോടെ എന്നെ നോക്കണമേ. ഈശോ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു ഏറെ സങ്കടങ്ങളുമായി ഈ ദിവസം ആരംഭിച്ചിരിക്കുന്ന ഒട്ടനവധി പേർ. ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല, ചില പ്രയത്നങ്ങളുടെ ഫലങ്ങൾ കാണുന്നില്ല. കർത്താവേ, അവർക്ക് നീ കാവലായി, സംരക്ഷണമായി കൂടെ ഉണ്ടാകണമേ. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യക്തം. ഞങ്ങളുടെ കാവലായ ദൈവമേ, ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ ഭവനത്തിന്, സമ്പത്തിന്, ഞങ്ങളുടെ പരിശ്രമങ്ങൾക്ക് കാവലായി എപ്പോഴും നീ കൂടെ ഉണ്ടാകണമേ.
ഈ ദിവസത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.